പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, എൻ്റെ പേര് നിതീഷ് തൊള്ളത്തുവയൽ, കണ്ണൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുകയും അത് കേരള, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന കർഷക സുഹൃത്തുക്കള് നമ്മുടെ ഈ മീറ്റിംഗ് മുഴുവനായിട്ട്, ആദ്യമായിട്ട് കൂടുന്നവരാണെങ്കിൽ മുഴുവനായിട്ട് ഈ മീറ്റിംഗ്, ഈ ഒരു ക്ലാസ് കാണുക. അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ച വ്യക്തികൾ ഈ ഒരു മീറ്റിംഗിൽ വന്നിട്ടുണ്ടാകും. അവരോട് അനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഒരുക്കുന്നുണ്ട്. ആദ്യമായി തന്നെ എല്ലാ കർഷക സുഹൃത്തുക്കളോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ പലതരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ചെറിയൊരു ഭാഗത്തേക്കെങ്കിലും നമ്മുടെ ഈ ദ്രാവക രൂപത്തിലുള്ള ചെലവ് കുറച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ജൈവ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്താണ്, ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ അതിനുള്ള ഒരു നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചും അത് മണ്ണിലും സസ്യങ്ങൾക്കും ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ചെറിയ കൃത്യം 8 മണിക്ക് നമ്മൾ ആരംഭിച്ചു. 8:30 നമ്മൾ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടുള്ള സമയത്ത് നിങ്ങൾ ഇത് വീക്ഷിക്കുക, ഇത് കാണുക. അതോടൊപ്പം തന്നെ അതിനുള്ള സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് ഉപയോഗിക്കുവാനും, നിങ്ങൾ ചെറിയൊരു ഭാഗത്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന ഒരു ചെറിയ റിക്വസ്റ്റോട് കൂടി നമുക്ക് ആരംഭിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു നമ്മുടെ കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ജൈവ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് പോകാം. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു രാത്രി കൂടി ഏവർക്കും ആശംസിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. നമുക്കറിയാം, നാം എല്ലാവരും കാർഷിക മേഖലയിൽ ഒന്നല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് അതീവമായ ഒരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ നാണയത്തിന്റെ 2 വശങ്ങളാണ് ഒരു വ്യക്തിയും കാർഷിക ജീവിതവും എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒന്നുകിൽ നമ്മൾ അത് വാങ്ങി ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരാണ്. ഇന്ന് കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും വളരെ ഉപകാരപ്രദമായ കുറച്ച് ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക മാത്രമല്ല, മറിച്ച് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ അത് മനസ്സിലാക്കി കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ മുഴുവനായിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് 3 സംസ്ഥാനങ്ങളിൽ ഈ ഒരു ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപക്ഷെ 200-ലധികം ഏക്കറിലേക്ക് നമ്മുടെ നെൽകൃഷിയിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വ്യാപിപ്പിക്കുവാൻ, ഒരേ സ്ഥലത്ത് തൃശ്ശൂർ, കണിമംഗല് ഒരേ സ്ഥലത്ത് വ്യാപിപ്പിക്കുവാൻ, മറ്റ് നിരവധി ഏക്കർ കണക്കിന് തോട്ടമുള്ളവർക്ക് ഇതൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചത് ഈ ഒരു ഉൽപ്പന്നത്തിന്റെ പ്രത്യേകതയും കഴിഞ്ഞ 4 വർഷക്കാലമായി ഒരേ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കർഷകരുടെ അനുഭവങ്ങളുമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യമായി തന്നെ നോക്കാം. നമ്മുടെ ഒരു 3 മാർക്കറ്റിൽ ഇന്ന് ഇല്ലാത്തതും ഒരു കാലത്ത് മാർക്കറ്റ് അടക്കി ഭരിച്ചതുമായിട്ടുള്ള ഒരു 3 ഉൽപ്പന്നങ്ങളെയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് അംബാസഡർ കാറാണ്, 2 നോക്കിയ എന്ന് പറയുന്ന മൊബൈലാണ്, 3 കൊഡാക്ക് എന്ന് പറയുന്ന ക്യാമറയുടെ കമ്പനിയെയാണ്. ഇത് 3 ഇന്ന് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. കാരണം കാലത്തിനനുസരിച്ച് ടെക്നോളജിയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ സ്വീകരിക്കാതിരുന്നപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് നഷ്ടപ്പെട്ടു പോയ 3 വിഭാഗമാണ്. ഒരുപക്ഷെ മാർക്കറ്റിന്റെ 80%-ലധികം ഷെയർ ഉണ്ടായിരുന്ന പദാർത്ഥങ്ങളാണ്. നിരവധിയായിട്ടുള്ള പദാർത്ഥങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന 3 ഉൽപ്പന്നങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിലേക്കും നമ്മുടെ ടെക്നോളജി, പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ടെക്നോളജിയിലേക്ക് നമ്മൾ മാറ്റം വരുത്തുവാൻ വേണ്ടി തയ്യാറാവുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ടിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന, തികച്ചും സാങ്കേതികമായി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതും ഇന്ത്യയിൽ തന്നെ 24-ലധികം സംസ്ഥാനങ്ങളിൽ 856-ലധികം ജില്ലകളിൽ 260-ലധികം സ്റ്റോക്ക് പോയിന്റുകളുമായി ജൈവ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ലോകത്തിലെ തന്നെ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെറ്റിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫിന്റെ കമ്പനി എന്ന് പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ 100% കോൺഫിഡൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല എന്ന് നമുക്ക് വിരൽത്തുമ്പിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. NET SURF എന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പ്രൊഡക്റ്റിന്റെ ഭാഷകളിലുള്ള വിവരണം, അതിന്റെ റിസൾട്ടിന്റെ വീഡിയോകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ വലിയ വിപ്ലവങ്ങളാണ് ഇന്നിവിടെ മാറ്റം വരുത്തുവാൻ വേണ്ടി നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് കേരളത്തിലേക്കും എത്തിയിട്ട് ഏകദേശം 4 വർഷക്കാലമായി. ആ 4 വർഷം കഴിഞ്ഞ് 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരേ തോട്ടത്തിലേക്ക് 5 വർഷക്കാലമായി ഒരേ വളപ്രയോഗം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മറ്റു വളങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ. അപ്പൊ ആ ഒരു ഉൽപ്പന്നത്തിന്റെ ക്രെഡിബിലിറ്റിയാണ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് നമ്മുടെ അജയ് ബയോടെക് എന്ന് പറയുന്നത്, നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടത്. ഓരോ ഉൽപ്പന്നങ്ങളും നെറ്റ്സർഫ് റിസർച്ച് ലാബിലൂടെ പരിശോധിച്ചതിന് ശേഷമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ 100% ഗ്യാരണ്ടിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. 100% റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. അതുപോലെ ഏഷ്യയിലെ നമ്പർ 1 ലാബ് കൊറോണ ഒക്കെ വന്നപ്പോൾ കൊറോണ കിറ്റ് അടക്കം ഗവൺമെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കമ്പനിയാണ് മൈലാബ് എന്ന് പറയുന്നത്. വൂഹു എന്ന് പറയുന്നത്, ഗ്രിൻ എന്ന് പറയുന്ന, നെറ്റ്സർഫ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടനിലക്കാരും ഇല്ലാതെ കർഷകർക്ക് കിട്ടേണ്ട സബ്സിഡിയെ 10 മുതൽ 25% വരെ കൃത്യമായി കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു പരസ്യമോ അതൊന്നും ഇല്ലാതെ തന്നെ കർഷകരിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഉദാഹരണത്തിന് നോക്കുകയാണ്, നമ്മൾ ഇന്ന് ഒരു ചാക്ക് പൊട്ടാഷ് വാങ്ങിക്കണം, നമുക്കറിയാം ഏകദേശം ഒരു കിൻഡലിന് 3600 രൂപയിൽ മുകളിലായി. ഇതൊന്നുമില്ലാതെ നമുക്ക് ഒരു വളപ്രയോഗവും ഇല്ലാതെ വെറും 4695 രൂപ MRP കൊടുത്തു കഴിഞ്ഞാൽ, അതിൽ ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് വേറെ വരുന്നതാണ്, MRP കൊടുത്തു കഴിഞ്ഞാൽ സസ്യത്തിന് ആനുപാതികമായിട്ടുള്ള മൂലകങ്ങളും വളപ്രയോഗവും ഗ്രോത്തും എല്ലാം ഇതിൽ അടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റിലെ ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ നെറ്റ്സർഫിനെ കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഫോബ്സ് മീഡിയ ആയാലും, ദ ടൈംസ് ഓഫ് ഇന്ത്യ ആയാലും, ഇന്ത്യൻ എക്സ്പ്രസ് ആയി കഴിഞ്ഞാലും, ദ ഹിന്ദു ആയി കഴിഞ്ഞാലും, മണി കൺട്രോൾ, സക്കായി, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ ഇന്ത്യയിലെ ലീഡിംഗ് ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ കർഷകരിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വിവിധ നിറങ്ങളിലുള്ള കുപ്പികളെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഖരാവസ്ഥയിലുള്ള ചാക്ക് കണക്കിനുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലേക്ക് നമ്മൾ കാർഷിക മേഖലയിലേക്ക് സഞ്ചരിക്കുമ്പോൾ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ ഒരേക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്തു വരാൻ വേണ്ടി സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ലേബറിനെ കിട്ടാത്തൊരവസ്ഥയാണ്. ആ ഒരു അവസരത്തിൽ അവയൊക്കെ നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ തോട്ടങ്ങളിലേക്ക് പോയിട്ട് ചെയ്തു വരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള നാനോ ബയോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉൽപാദന വിപണന കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നതാണ്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ ലോകത്തിലെ നമ്പർ 1 കാർഷിക ഉൽപാദന വിപണന കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമാകുന്നുണ്ട് ഉണ്ടെങ്കിൽ അവരൊക്കെ ഉപയോഗിക്കുന്നത് ടെക്നോളജിക്കൽ മെത്തേഡ് ആണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ മെത്തേഡ് ആണ്. പാരമ്പര്യമായി കിട്ടിയ അറിവിനെ നമ്മൾ കാർഷിക മേഖലയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. പക്ഷെ അവർ ചെയ്യുന്നത് കൈകളിൽ വിരലിൽ ഇങ്ങനെ തൊട്ട് പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് പോകുന്ന രീതിയിലേക്കുള്ള അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി അവർ കാർഷിക മേഖലയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ലോകത്തിലെ വൻ കാർഷിക രാഷ്ട്രമായി മാറുവാൻ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾക്ക് സാധിച്ചു. ഒരു ടെറസിന്റെ മുകളിൽ, ഞാൻ ഇസ്രായേൽ പോകാത്ത ഒരു വ്യക്തിയാണ്, പക്ഷെ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു ടെറസിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും കാർഷിക മേഖലയിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള അവസരം അവിടെ ഒരുക്കുന്നു. തികച്ചും മരുഭൂമിയായുള്ള ഒരു പ്രദേശം, വെള്ളത്തിന് ലഭ്യതക്കുറവുള്ള ഒരു പ്രദേശം, ചെറിയൊരു പ്രദേശം, അവിടെ ലോകത്തിലെ ജൈവ കാർഷിക മേഖല 1-ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ അതുപോലെ ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, നാനോ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകതകൾ എന്താണ്. അതോടൊപ്പം തന്നെ US-ലെ ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തികച്ചും 25% മുതൽ 40% വരെ തൊഴിലാളി ചാർജ്, ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് 25% മുതൽ 50% വരെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോ കണ്ണൂർ സ്വദേശിയാണ്. ഇന്നിവിടെ തൃശ്ശൂരുള്ളവരും ഇടുക്കിയിലുള്ളവരുമായിട്ടുള്ള പല ആൾക്കാരും ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, അതൊരു ടെക്നോളജിയുടെ ഫലമായത് കൊണ്ടാണ്.
ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമാണ് സൂം എന്ന് പറയുന്ന മീറ്റിംഗ്സിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ആ ടെക്നോളജി ഇന്ന് ലോകത്തുണ്ടായത് കൊണ്ടാണ് ലോകത്ത് എവിടെയുമുള്ള വ്യക്തികളെ കണ്ടുകൊണ്ട് സംസാരിക്കുവാനുള്ള സാങ്കേതിക വിദ്യകൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ കാർഷിക മേഖലയിലും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും 100% മേനി നമുക്ക് അതിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉൽപ്പന്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. R&D റിസർച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്നതാണ്. അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് തരാൻ വേണ്ടി സാധിക്കും. അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്, ലോകത്തിലെ തന്നെ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെർട്ടിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് നമ്മുടേത്. മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ സൂക്ഷ്മജീവികൾക്കോ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ജൈവ കാർഷിക സംഘടനയെ, ജൈവ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മജീവികൾ കൂടുന്നു, മണ്ണിരകൾ കൂടുന്നു, മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യുന്നു, മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയിൽ മാറ്റം വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഉപയോഗിച്ചവർക്ക് മനസ്സിലാകും അത് കൃത്യമായിട്ട് കമ്പനി പറയുന്നത് പോലെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ISO സർട്ടിഫൈഡ് കമ്പനിയാണ്, GMP സർട്ടിഫൈഡ് കമ്പനിയാണ്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നത്. നമുക്ക് നോക്കാം ഇനി കാർഷിക മേഖലയിലേക്ക്. നമുക്ക് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കി, നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കി, കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് കാർഷിക മേഖലയിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ലൈറ്റ് എനർജിയിലൂടെ, വാട്ടറിലൂടെ, മിനറൽസിലൂടെ, ഷുഗറിലൂടെ, കാർബൺ ഡൈ ഓക്സൈഡിലൂടെ, ഓക്സിജൻ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ബയോ സ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെ ഇവയൊക്കെ ഒരു കുടക്കീഴിൽ വരുന്നതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സസ്യങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ടല്ലേ. പ്ലാന്റ് ന്യൂട്രിയൻസ് മൂലകങ്ങളുടെ അഭാവം മൂലം കരിച്ചല്, യെല്ലോയിങ്, റൂട്ട്സിന്റെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു, ഇൻസെക്റ്റിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്ക് ഉണ്ടാകുന്നു, ഓവർ ഡോസസിന്റെയും പിന്നെ വാട്ടറിന്റെയും ഫെർട്ടിലൈസറിന്റെയും കെമിക്കലിന്റെയും ഒക്കെ ഓവർ ഡോസസിലൂടെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. വൈറസിന്റെയും ഫംഗലിന്റെയും ബാക്ടീരിയകളിലും ഒക്കെ രോഗങ്ങൾ ഇന്ന് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത്. കാരണം മണ്ണ് മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനുഷ്യൻ മരിച്ചു എന്നാണ് പറയുന്നത്, അല്ലെ? മണ്ണ് മരിച്ചു എന്ന് പറഞ്ഞാൽ, കാരണം മണ്ണിരകൾ ഇല്ലാത്തൊരു മണ്ണെന്ന് പറയുന്നത് വായുസഞ്ചാരമില്ലാത്തൊരു മണ്ണാണ്. ആ മണ്ണ് മരിച്ചതിന് തുല്യമാണ്. അതിൽ മൂലകങ്ങൾ ഉണ്ടാവില്ല, അതിൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടാവില്ല. എന്തിനു പറയുന്നു, ചെറു പ്രാണികളോ തവളകളോ പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരുപക്ഷെ നമുക്ക് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാം 1970-കളിലേക്ക് ശേഷമാണ് നമ്മുടെ രാസവളത്തിന്റെ അമിതമായ പ്രയോഗം നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നെന്ന് പറയുന്നത്. കൂടുതലായിട്ടുള്ള വിളവുകൾ നമുക്ക് ലഭിച്ചു. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വലിയൊരു വിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മണ്ണിന്റെ നശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മണ്ണിരകൾ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മണ്ണിലെ സൂക്ഷ്മജീവികൾ, ചെറു പ്രാണികൾ, ചെറു തവളകൾ എല്ലാം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിലൂടെ നമുക്ക് വന്നുകൊണ്ടിരുന്നത്. കെമിക്കലിന്റെ ഉപയോഗമായ ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആരംഭിച്ചു. അതിലൂടെയും നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന നിരോധിച്ച മരുന്നുകൾ ഉപയോഗിക്കുന്നു. എൻഡോസൾഫാൻ പോലുള്ള കീടനാശിനികളിലൂടെ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികൾ നമുക്ക് മുന്നിലേക്ക് വരുന്നു. അവയൊന്നുമില്ലാതെ വലിയ ഒരു ജൈവ കാർഷിക സംഘടനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് സസ്യത്തിന്റെ മൂലകങ്ങളെ പ്രദാനം ചെയ്യുവാൻ വളപ്രയോഗത്തിലൂടെ ഗ്രോത്ത് പ്രൊമോട്ടേഷൻ കൊടുത്തുകൊണ്ട്, കീടങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട്, ഫംഗസിനെ പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് വലിയ ഒരു കാർഷിക മേഖലയെ, ജൈവ കാർഷിക മേഖലയെ പടുത്തുയർത്താൻ വേണ്ടി സാധിക്കുന്നു. നമുക്കറിയാം, ഒരു കാർഷിക മേഖലയെ, ഒരു സസ്യത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു സസ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പോലെ കാണുക. ഒരു മനുഷ്യനെ പോലെ കണ്ടുകഴിഞ്ഞ അവർക്ക് വേണ്ട ന്യൂട്രിയൻസും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായി ലഭിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ട കാര്യങ്ങൾ തിരിച്ചു നൽകും എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മുടെ വീട്ടിന് തൊട്ടരുവത്തുള്ള ചെടികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് പോലും അവര് ക്യാച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് സസ്യങ്ങൾ അങ്ങനെ ക്യാച്ച് ചെയ്യുന്നവയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിലൂടെ നമ്മുടെ സമ്പർക്കത്തിലൂടെ കൂടുതൽ അതിനെ ആരോഗ്യപ്രദമായ രീതിയിലേക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. ഒരു കൃഷി ഓഫീസർ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർത്തു പോവുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഞാൻ കാർഷിക മേഖലയിൽ നിരന്തരം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ്.
അതുകൊണ്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന ഒരാളും കൂടിയാണ്. അപ്പോ നമ്മുടെ ഒരു കൃഷി ഓഫീസർ പറഞ്ഞത്, നമ്മൾ ഓരോ സസ്യത്തിന്റെ മുമ്പിലും പോയിട്ട് സംസാരിക്കണം എന്നാണ് പറയുന്നത്. സംസാരിച്ചു കഴിയുമ്പോ ആ സസ്യത്തിനോട് എന്തുകൊണ്ട്, എന്താ പറ്റിയത്, എന്താണ് നമ്മുടെ ഒരു മനുഷ്യനോട്, ഒരു മനുഷ്യ ജീവിയോട് ചോദിക്കുന്നത് പോലെ ഒരു സസ്യത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് തിരിച്ച് സ്നേഹം കാണിക്കും എന്നുള്ളതാണ്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കൂടുതൽ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഇന്ന് ഭൂമിയിൽ എവിടെ പോയി കഴിഞ്ഞാലും സസ്യത്തിനെ അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂലകങ്ങൾക്കും വളപ്രയോഗവും ഗ്രോത്തിനും അടങ്ങിയിട്ടുള്ള ഒരു ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ നമുക്ക് സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട 3 ഘടകങ്ങളിൽ ഒന്നാമത്തതാണ് പ്ലാന്റ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് മൂലകങ്ങളെ നമ്മൾ 3ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ. അതിൽ പ്രധാന മൂലകങ്ങളിൽ വരുന്ന ഒന്നാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, NPK, യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറഞ്ഞ കാർഷിക മേഖലയിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ യൂറിയ, മഷൂറി, പൊട്ടാഷ്, NPK എന്ന് വരുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് പ്രധാന മൂലകങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഉപപ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത് മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ എന്നിവയാണ്. സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുന്നത് അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബ്ഡിനം തുടങ്ങിയവയൊക്കെയാണ്. ആദ്യമേ തന്നെ നമ്മൾ രാസവളത്തിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ളത്, നമ്മൾ ചാക്ക് കണക്കിന് രാസവളം വാങ്ങി ഇടുമ്പോൾ ഒരുപക്ഷെ ഒരു ജീവജാലങ്ങൾക്ക് പോലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള, ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയും. കാരണം കൃത്രിമമായി നമ്മൾ ശ്വാസം കൊടുക്കുകയാണ്. കുറച്ച് രാസവളം എടുത്തിട്ട് നിങ്ങൾ ഒരു മണ്ണിരയെ ഇട്ട് കഴിഞ്ഞാൽ ആ മണ്ണിര പെടഞ്ഞ് മരിച്ചു പോകും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ ഉദാഹരണത്തിന് നോക്കിയാൽ വാവാ സുരേഷ് എന്ന് പറയുന്ന പ്രശസ്തനായ പാമ്പ് പിടുത്തക്കാരൻ അവസാനമായി മൂർഖൻ പാമ്പിനെ കടിയേറ്റ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ചാക്കിലേക്ക് ആ മൂർഖൻ പാമ്പിനെ 2, 3, 4 തവണ കയറ്റുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോഴും കയറാതെ തിരിഞ്ഞു വന്ന് കൊത്തുകയാണ് ഉണ്ടായത്. കാരണം ആ ചാക്കിൽ പൊട്ടാഷിന്റെ അംശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജീവജാലങ്ങൾക്ക് പോലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന രാസപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അതൊന്നും ഉപയോഗിക്കാതെ തികച്ചും ജൈവ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതാണ് നമ്മുടെ NPK എന്ന് പറയുന്നത്. ദ്രാവക രൂപത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ വെറും ഒരു കൈകളിൽ പിടിച്ചുകൊണ്ടുപോയി നമുക്ക് തോട്ടത്തിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. കർഷകനെ സംബന്ധിച്ചിടത്തോളം തോട്ടത്തിൽ വെള്ളം ഉണ്ടാകുന്ന വ്യക്തിയാണ്. ആ വെള്ളം ഒരു ഡ്രമ്മിലേക്ക് എടുത്തുകൊണ്ട് ആ ഡ്രമ്മിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മിക്സ് ചെയ്ത് ഓരോ ക്രോപ്പിന് അനുയോജ്യമായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു. ഉപയോഗിക്കേണ്ട സമയത്ത് കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മുകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തികച്ചും അണുവിമുക്തമാക്കിയതിനു ശേഷം നമുക്ക് ഉപയോഗിക്കാം. പത്രത്തിൽ വരുന്ന NPK എന്ന് പറയുന്നത് ഹൈലി എഫക്റ്റീവ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ഫോർമുലേഷൻ ആണ് നമ്മുടെ കയ്യിൽ വരുന്നത്. ഇന്ന് പലതരത്തിലുള്ള, പലപ്പോഴും എനിക്ക് പല ആൾക്കാരും ഈ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞപ്പോ നാനോ യൂറിയ ഉണ്ടല്ലോ, മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം ഓരോ കർഷകരോടും പറയുന്നുള്ളൂ, ഇന്ന് നമുക്ക് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അരി ആയിക്കോട്ടെ, മറ്റ് ഏത് ഉൽപ്പന്നങ്ങളായിട്ടുണ്ടെങ്കിലും ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതുമായിട്ടുള്ളത്, നല്ലതിനെ തിരഞ്ഞെടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഓരോ കർഷകരോടും പറയുന്നത്, നിങ്ങൾക്ക് എത്ര ഏക്കറുള്ള ഒരു വ്യക്തിയും ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ പല വളപ്രയോഗങ്ങൾ കാണുന്ന വ്യക്തികളാണ്. മറ്റ് ഏത് വളപ്രയോഗം വേണമെന്ന് മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചോളൂ. നമ്മുടെ ഈ നെറ്റ്സർഫ് എന്ന് പറയുന്ന 24 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ വളപ്രയോഗം ചെറിയൊരു ഭാഗത്ത് നമ്മൾ പറയുന്ന രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്രമാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്വന്തം അനുഭവം, പല വ്യക്തികളുടെ, പല കർഷകരുടെ അനുഭവങ്ങൾ, തോട്ടങ്ങൾ നമുക്ക് പ്രദർശനത്തിനായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കും. പക്ഷേ സ്വന്തം അനുഭവത്തിൽ അപ്പുറത്തേക്ക് ഏതനുഭവവും വരാറില്ല. എനിക്ക് ഇന്ന് യൂട്യൂബിൽ പല ആൾക്കാരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നാനോ യൂറിയ ഉണ്ടല്ലോ, മറ്റു പദാർത്ഥങ്ങൾ ഉണ്ടല്ലോ, ഇതിന്റെ ആവശ്യകതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഉത്തരമേ ഉള്ളൂ, നല്ലതിനെ തിരഞ്ഞെടുക്കാൻ നമ്മൾ തയ്യാറാവുക. നിങ്ങൾ ഏത് പദാർത്ഥങ്ങളും മറ്റു സ്ഥലങ്ങളിൽ ഉപയോഗിച്ചോളൂ. പക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റു വളപ്രയോഗങ്ങളൊന്നും കൊടുക്കാതെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഉപയോഗിച്ചോളൂ. അതിന്റെ ഉപയോഗത്തിനുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. കാരണം നാനോ ടെക്നോളജി നമുക്ക് 8 വർഷങ്ങൾക്ക് ശേഷം റിസൾട്ട് കിട്ടുന്ന ഒരു ഇതല്ല. മണ്ണിലുണ്ടാകാത്ത മണ്ണിരകളെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകമായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു പദാർത്ഥമൊന്നുമല്ല. മണ്ണിന് ആവശ്യമായ രീതിയിൽ മണ്ണിന്റെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ്. അല്ലാതെ ഇത് കൃത്രിമമായിട്ട് മണ്ണിര ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമൊന്നുമല്ല. അത്തരത്തിൽ ജൈവ കാർഷിക മേഖലയെ നമുക്ക് പരിപോഷിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകളും ഫോസ്ഫറസ് സോളിസിബിലിയം ബാക്ടീരിയകളും അസിറ്റോബാക്ടർ ബാക്ടീരിയകളും അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ്. ഉദാഹരണത്തിന് മാത്രം നോക്കുകയാണെങ്കിൽ നൈട്രജൻ എന്ന് പറയുന്ന നമ്മുടെ മൂലകം അന്തരീക്ഷത്തിൽ 78% ഉണ്ട് എന്നുള്ളത് ഒരു സംശയം ഒരു വ്യക്തിക്കും ഇന്നില്ല.
ആ 78% നൈട്രജനെ സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാക്ടീരിയകളാണ് ഇന്ന് നമ്മുടെ മണ്ണിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ആ ബാക്ടീരിയ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തികച്ചും നാച്ചുറലായ സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ള, മണ്ണിലും അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുത്ത് വളരെ സസ്യത്തിന്റെ ആരോഗ്യത്തെ വളരെ കൃത്യമായി മാറ്റം വരുത്തി. നൈട്രജന്റെ അഭാവം മൂലമാണ് മഞ്ഞളിപ്പ് ഉണ്ടാകുന്നത്. ഇലകരിച്ചിൽ ഉണ്ടാകുന്നത് പൊട്ടാഷിന്റെ അഭാവം മൂലമാണ്. കൊലകരിച്ചിലും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. സസ്യങ്ങൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന മറ്റുമൊക്കെ ഫോസ്ഫറസിന്റെ ഒക്കെ അഭാവം മൂലമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അവയൊക്കെ നമുക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അസിറ്റോബാക്ടർ ബാക്ടീരിയകളൊക്കെ അടങ്ങിയ. ഇപ്പൊ നൈട്രജനെ പ്രതിദാനം ചെയ്യുകയാണെങ്കിൽ നമ്മളെ പയർ ചെടി അടിയിൽ ഒരു കുമിളകൾ പോലെയൊക്കെ നമുക്ക് കാണാം. ഇടിമിന്നലുകളൊക്കെ കിട്ടുമ്പോഴാണ് നൈട്രജൻ കിട്ടുന്നതെന്ന് പറയാം. പക്ഷെ എല്ലാ സമയത്തും ഒരേ രീതിയിൽ സസ്യത്തിന് ഇത്തരത്തിലുള്ള നൈട്രജനും മറ്റു മൂലകങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ NPK സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഉൽപ്പന്നമാണ് ഷേത്ത്, സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത? ആ കറുത്ത ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മാറ്റുവാൻ വേണ്ടി, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 11-ലധികം വരുന്ന സൂക്ഷ്മമൂലകങ്ങളുടെയും 5 ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെയും മിശ്രിതമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്ന ഷേത്ത് എന്ന് പറയുന്നത്. നമുക്ക് തികച്ചും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ആശ്ചര്യം തോന്നാം അല്ലെ? ഒരു കൈകളിൽ 5 ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളുടെ തുല്യമായ ഒരു ഉൽപ്പന്നം നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ മണ്ണിരകൾ തികച്ചും നാച്ചുറൽ ആയിട്ട് നമ്മുടെ സസ്യത്തിനുണ്ടാകുന്ന ഡിഫൻസ് സിസ്റ്റത്തെ, ഒരു പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ വീണ്ടെടുക്കുന്നു. മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു മണ്ണിരകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മണ്ണിരകൾ ഇല്ലാത്തൊരു മണ്ണ് എന്ന് പറയുന്നത് മരിച്ചതിന് തുല്യമാണ്. മണ്ണിരകൾ താഴോട്ടും മുകളിലോട്ടും സഞ്ചരിക്കുന്ന, മണ്ണിരയെ 2 കഷ്ണമാക്കി വിട്ട് കഴിഞ്ഞാൽ 2 ശരീരവും സഞ്ചരിച്ചുകൊണ്ട് ഉള്ള ഒരു കർഷകന്റെ മിത്രമാണ്. താഴോട്ടും മുകളിലോട്ടും സഞ്ചരിക്കുമ്പോൾ വായു സഞ്ചാരം കൂടി സസ്യത്തിന് ആവശ്യമായ ഫലഭൂയിഷ്ഠത കൃത്യമായിട്ട് എല്ലാ മേഖലയിലേക്കും സഞ്ചരിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ മണ്ണിരകളെ പരിപോഷിപ്പിക്കുന്നു, മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മാറ്റുന്നു, സസ്യത്തിന്റെ പ്രതിരോധ ശേഷി. എല്ലാ സസ്യങ്ങൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ പ്രതിരോധ ശേഷിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു മനുഷ്യനായി ഒരു സസ്യത്തെ കാണുക, ആ മനുഷ്യന്റെ ഉള്ള പ്രതിരോധ ശേഷി പോലെ. ഉദാഹരണം മാത്രം മരച്ചീനി എന്ന് പറയുന്ന ഒന്നിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കയ്പരസം ഉത്പാദിപ്പിക്കും. അതിന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കയ്പരസം ഉൽപ്പാദിച്ച് പിന്നീട് അത് കടിക്കുവാൻ വേണ്ടി ആ ഭാഗത്ത് മറ്റ് ശത്രുക്കൾ എത്തില്ല എന്നാണ് പറയുന്നത്. ഓരോ സസ്യത്തിനും അതിൻ്റെതായ പ്രതിരോധ ശേഷിയുണ്ട്. ആ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകുന്നത് മണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ്. മണ്ണ് മരിച്ചത് കൊണ്ടാണ്. ആ മണ്ണിനെ തിരിച്ചെടുത്ത് സസ്യത്തിന്റെ പ്രതിരോധ ശേഷി വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഷേത്ത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്ന ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു. അടിവളമായിട്ടും വളപ്രയോഗ രീതിയിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. NPK കൂടെ ചേർത്ത് ഉപയോഗിക്കാം. ഇത് ഒരു നമ്മുടെ ബാക്ടീരിയൽ ബേസ് ആയിട്ടുള്ള ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ ഘടകം മൂലകങ്ങൾ, രണ്ടാമത്തെ ഘടകം സൂക്ഷ്മ മൂലകങ്ങളും വളപ്രയോഗവുമാണെങ്കിൽ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. PGR, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന, അതിന്റെ പച്ച കളർ പോലെ തന്നെ സസ്യത്തിന്റെ പച്ചപ്പിനെ പ്രതിദാനം ചെയ്യുന്ന റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. സ്റ്റിം റിച്ച്, അതിൽ തന്നെ പേരുണ്ട് സ്റ്റിം റിച്ച്. നമ്മുടെ സസ്യത്തെ റിച്ച് ആക്കുന്നതിനുള്ള, സമ്പദ്വൽക്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. സ്റ്റിം റിച്ച് നമ്മൾ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, സസ്യത്തിന്റെ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കും. വെളുത്ത വേരുകളെ കുറിച്ച് നമുക്കറിയാം. സസ്യത്തിന് 2 വേരുകളുള്ളത്, ഒന്ന് കറുത്ത വേരുകൾ, ഒന്ന് വെളുത്ത വേരുകൾ. ഈ വെളുത്ത വേരുകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് സസ്യത്തിന് ആവശ്യമായ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സ്റ്റിം റിച്ച് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. വെളുത്ത വേരുകളെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് വെളുത്ത വേരുകൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ആ വെളുത്ത വേരുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതോടൊപ്പം തന്നെ സസ്യത്തിന്റെ കാണ്ഡത്തിന്റെ സൈസിനെ അല്ലെങ്കിൽ അത് ഒരേപോലെ ആക്കിക്കൊണ്ട് അതിന്റെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റിം റിച്ചിലൂടെ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സസ്യത്തിന്റെ പച്ചപ്പിനെ, ഹരിതാപത്തെ, പ്രകാശ സംശ്ലേഷണം കൃത്യമായി നടത്തി, ഫോട്ടോസിന്തസിസ് കൃത്യമായി നടത്തി സസ്യത്തിന്റെ പച്ചപ്പിനെ, ഇലകൾക്കുള്ള സൈസിനെ വർദ്ധിപ്പിക്കുന്നതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഒരേ സമയത്ത് പുഷ്പിക്കാനും ഒരേ സമയത്ത് കായ്ക്കുവാനും ഒരേ സമയത്ത് നമുക്ക് വിളവെടുക്കുവാനും വേണ്ടി ആ വിളവിനെ ഫസ്റ്റ് ക്വാളിറ്റി കായായിട്ട് മാറ്റുവാനും വേണ്ടിയിട്ടുള്ള സംവിധാനം സ്റ്റിം റിച്ച് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. ആഡഡ് വിത്ത് ഹൈലി പൊട്ടന്റ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. പൾവിക്കിന്റെ, ഹ്യൂമിക്കിന്റെ, CVD എക്സ്ട്രാക്ടിന്റെ ഒക്കെ ഒരു മിശ്രിതമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ടെക്നോളജി എന്ന് CVD എക്സ്ട്രാക്ട് ആണ്. ആ CVD എക്സ്ട്രാക്റ്റിലൂടെ കൂടുതൽ സസ്യത്തിന്റെ
പച്ചപ്പിനെ വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സോയിൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഫോളിയർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പച്ചക്കറികൾ പോലുള്ള ചെറിയ സസ്യങ്ങൾക്കൊക്കെ സ്പ്രേ ചെയ്തുകൊണ്ട് വലിയ വിളകൾക്ക് NPK ക്ഷേത്രത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ കമ്പനി പറയുന്നത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ്. ഇതിന്റെ വലതുവശത്ത് ഉപയോഗിച്ചതാണ്. നമുക്ക് ജെർമിനേഷൻ മുതൽ, അതായത് വിത്ത് സംസ്കരണം മുതൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. വിത്ത് സംസ്കരണം ചെയ്യുമ്പോൾ 90 മുതൽ 92% വരെ വിത്ത് മുളയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വെളുത്ത വേരുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലീഫിന്റെ എണ്ണവും അതോടൊപ്പം തന്നെ അതിന്റെ കരുത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ വെജിറ്റേറ്റീവ് ഗ്രോത്തിൽ നമുക്ക് കാണാം വെളുത്ത വേരുകളുടെ സാന്നിധ്യവും അതിന്റെ സസ്യത്തിന്റെ വളർച്ചയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഫ്ലവറിംഗ് സ്റ്റേജ് ഒരേ സമയത്ത് ഫ്ലവർ ചെയ്യുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവറിനെ നമുക്ക് കാണുന്നു. കൊഴിച്ചിലൊന്നും ഇല്ലാതെ ആ ഒരേ സൈസിലുള്ള ഗ്രെയിൻ ഫില്ലിങ്ങിന്റെ സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി ഒരേ സൈസിലുള്ള കായയെ നമുക്ക് കാണും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് പറയുന്നത്. നമ്മുടെ കമ്പനി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഇത് മണ്ണിരകളുടെ ഒരു സാന്നിധ്യമുള്ള ഒരു കർഷകന്റെ വിവരണമാണ്. അതോടൊപ്പം തന്നെ ഇത് കൗങ്ങിൻ തോട്ടങ്ങളിൽ ഉപയോഗിച്ചതിന്റെ റിസൾട്ടാണ്. അതുപോലെ മണ്ണിരകളുടെ സാന്നിധ്യം നമ്മുടെ ആലക്കോട് കണ്ണൂരിലുണ്ടായ മണ്ണിരകളുടെ സാന്നിധ്യം നമ്മുടെ ജോസഫ് മാഷ് വിവരിക്കുന്നതാണ്. അപ്പൊ ഒട്ടനവധി വീഡിയോസ് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിംഗ് കുറേ അധികം നീണ്ടു പോകുന്നത് കൊണ്ട് തന്നെ ഇത് പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നതാണ്. ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്പർ ഇവിടെ കൊടുക്കും. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള സംവിധാനങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തരികയും ചെയ്യുന്നതാണ്. കർഷകരുടെ റിസൾട്ടും കർഷകരോട് സംവദിക്കാനുള്ള അവസരവും നിങ്ങളുടെ ഓരോ ഏരിയയിലുള്ള കർഷകരുടെ തോട്ടങ്ങൾ കാണുവാനുള്ള അവസരവും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇത് കുമ്മായ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് കുമ്മായ ഉപയോഗിക്കുന്ന കർഷകരാണ്. ആ കുമ്മായ ഉപയോഗിക്കാതെ, ഡോളോമേറ്റ് ഉപയോഗിക്കാതെ വേണമെങ്കിൽ പച്ചക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ കുമ്മായവും ഇതും ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ മാത്രം നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ അസിഡിറ്റി ഒക്കെ കുറച്ച് pH ലെവലൊക്കെ കൺട്രോൾ ചെയ്യുന്നു. കാരണം കുമ്മായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ്. ആ കെമിക്കൽ പദാർത്ഥത്തിലൂടെ വരുന്ന സംവിധാനം എന്ന് പറയുന്നത് അത് ചൂടാണ് പുറന്തള്ളുന്നത്. അത് സൂക്ഷ്മജീവികളും മണ്ണീരുകളൊന്നും ജീവിക്കില്ല. മറിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അല്ലെ കക്കപ്പൊടിയിലൂടെ അത് കാൽസ്യം കാർബണേറ്റ് ആണ്. അത് ചൂടല്ല, മറിച്ച് സസ്യത്തിന്റെ തണുപ്പിനെ, പച്ചപ്പിനെ, നമ്മുടെ മണ്ണിന്റെ ഈർപ്പത്തെ നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നു. അവയൊക്കെ അടങ്ങിയതാണ് നമ്മുടെ NPK, ഷേത്ത്, സ്റ്റിംറിച്ച് തുടങ്ങിയ 5 ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കർഷകർക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇത് കുരുമുളകിന് ലഭിച്ച ഒരു ഉൽപ്പന്നങ്ങളാണ്. ഇത് മഞ്ഞളിപ്പിലുണ്ടായിരുന്ന മാറ്റമാണ്. മഞ്ഞളിപ്പിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏത് കർഷകന്റെ നമ്പറുകൾ ഓരോ സ്ഥലത്തും ഉപയോഗിക്കുന്ന കർഷകരുടെ നമ്പറുകൾ നമുക്ക് തരാൻ വേണ്ടി സാധിക്കും. ഇത് ഇന്റീരിയർ ഗാർഡനിങ് ഒക്കെ കുറേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് വീടിന്റെ ഉള്ളിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ്, നമ്മുടെ മനുഷ്യനൊന്നും ഒരു പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇത് നെൽകൃഷിയിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ടാണ്. പച്ചക്കറിയിലേക്ക് കിട്ടിയപ്പോൾ ഓരോ കർഷകന്റെ അനുഭവങ്ങളും നെൽകൃഷിയിൽ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള തോട്ടങ്ങളുടെ വീഡിയോകളാണ്. അപ്പൊ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ഗ്രൂപ്പിന്റെ നമ്പർ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ വരുന്നത്. ഇതാണ് നമ്മുടെ വീഡിയോകൾ എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇതൊക്കെ 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഡെന്നിസ് സാർ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വളപ്രയോഗമായിട്ട്, നമ്മൾ മറ്റു വളപ്രയോഗങ്ങൾ ഉപയോഗിക്കാതെ നമ്മുടെ വളപ്രയോഗമായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. മൂലകങ്ങൾക്ക് വേണ്ടി NPK, സൂക്ഷ്മ മൂലകങ്ങൾക്കും വളപ്രയോഗത്തിന് വേണ്ടി ഷേത്ത്, നമ്മുടെ ഗ്രോത്ത് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള സ്റ്റിംറിച്ച് എന്നിവ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മുകൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്യണം. സോപ്പ് പൊടി ഉപയോഗിച്ച ബക്കറ്റ് പോലും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതൊരു ജീവാണുമുളമാണ്. ഇത് തികച്ചും അത്തരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അത്രയുമാണ് നമ്മുടെ വളപ്രയോഗത്തിലേക്കുള്ള വരുന്നത്. ഇത് ബയോ-19 എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ്. ബയോ-99 എന്ന് പറയുന്നത് നമുക്ക് ആക്റ്റീവ് സ്പ്രെഡർ ആയിട്ടും അതോടൊപ്പം തന്നെ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗമ്മറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. സ്പ്രേ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ കീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻടാക്ട് ഉണ്ട്. ഇൻടാക്ട് എന്ന് പറയുന്നത് കണ്ണിൽ കാണുന്ന മുഴുവൻ കീടങ്ങളെയും പുഴുക്കളെയും ഉറുമ്പുകളെയും ഒക്കെ നശിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഇൻടാക്റ്റിലൂടെ സാധിക്കുന്നു. ഇൻടാക്ട് യൂസ് ചെയ്യുമ്പോൾ 10,000 ppm ഉള്ള വേപ്പെണ്ണ കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നാനോ ടെക്നോളജിയുടെ നിർമ്മിച്ച ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഫംഗസിലൂടെയും വൈറസിലൂടെയും വളരെയധികം പ്രോബ്ലംസ് അനുഭവിക്കുന്ന ഓരോ കർഷകരും
അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഫംഗസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ആവരണം മൂലം പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ആവരണം മൂലം പ്രതിരോധിച്ച് നമ്മുടെ ഫംഗസിൽ നിന്നും സസ്യത്തെ രക്ഷ നേടുവാൻ വേണ്ടി സാധിക്കുന്നു, രക്ഷപ്പെടുത്തുന്നു. അത് ഒരു പ്രതിരോധ ശേഷി കൂടി വീണ്ടെടുക്കുവാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ തുടർച്ചയായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ കെമിക്കൽ അല്ലെങ്കിൽ മറ്റ് രാസപദാർത്ഥങ്ങൾ അടിക്കുമ്പോൾ ഒരു തവണ അടിച്ചതിൽ കൂടുതൽ പിന്നെ വീര്യത്തോടുകൂടി വീണ്ടും അടിക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ അടിക്കാതെ ഇതിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ കളനാശിനിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ പശുക്കൾക്കും മൃഗങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന, പക്ഷി മൃഗാദികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന 36ലധികം വിറ്റമിൻസും മിനറൽസും അടങ്ങിയ ഉൽപ്പന്നമാണ് പെറ്റ് ഇപ്പോഴത്തെ പേരിൽ അറിയപ്പെടുന്ന CFC+ എന്ന് പറയുന്നത്. വിറ്റമിൻസ്, പ്രോട്ടീൻസ്, എൻസൈംസ്, ഹെർബ്സ്, പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, മിനറൽസ് ആൻഡ് ട്രേസ് എലമെന്റ്സും ന്യൂട്രിയൻസിന്റെ ഒക്കെ ഒരു മിശ്രിതമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫിഷ്, നമ്മുടെ പരിപൂർണമായിട്ടുള്ള നമ്മുടെ ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള BIO-19, അക്വാ ക്ലിയർ, അക്വാ ഫീഡ്, അക്വാ കൾച്ചർ തുടങ്ങിയ ഫിഷിന്റെ ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൂടി നമുക്കുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം മാറ്റങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. നല്ലൊരു നാളേക്ക് വേണ്ടി, വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി, മണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജൈവ കൃഷിയിലേക്ക് നമുക്ക് മടങ്ങാം. എല്ലാവരും ജൈവ കൃഷിയിലേക്ക് എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ വേറെ ഒരു വളപ്രയോഗവും ചെയ്യാതെ നമുക്ക് 100% നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ എൻ്റെ തോട്ടത്തിലേക്ക് കംപ്ലീറ്റ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, റബ്ബർ, കവുങ്ങ്, തെങ്ങ് തുടങ്ങിയവയിലേക്ക് ഞാൻ എൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ 4 വർഷക്കാലമായി ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. 4 വർഷക്കാലമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന, 3 വർഷക്കാലമായി തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന, 2 വർഷക്കാലമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന, കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയ കർഷകരുടെ ഒരു നീണ്ട തര തന്നെ നമുക്ക് മുന്നിലേക്കുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖല വളരെയധികം മാറ്റത്തിലേക്കുള്ള ഒരു പാതയിലാണ്. ജൈവ കൃഷിയെ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി കൈകോർത്ത് പിടിക്കാം. നമ്മൾ 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഏതാവശ്യത്തിനും നമ്മൾ നേരിട്ട് വന്ന് നിങ്ങളോട് സംവദിച്ച് നിങ്ങൾക്കുള്ള സസ്യങ്ങളെ മനസ്സിലാക്കി സസ്യങ്ങൾക്ക് വേണ്ട രീതിയിൽ നമ്മുടെ വളപ്രയോഗത്തിലൂടെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നസർഫ്, ശുഭരാത്രി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഈ ഒരു അവസരത്തിൽ. നമുക്കിപ്പോ സമയം 8:30, ഒരു 8:40 കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്റെ നമ്പർ ഒന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്റെ നമ്പർ ഇവിടെ പറയുന്നത് 8547666622. എന്റെ പേര് നിതീഷ് എന്നാണ്. എന്റെ നമ്പർ വരുന്നത് 8547666622. 85 47 66 66 22. ഗ്രൂപ്പുകൾ ഇല്ലാത്തവർക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാവുന്ന, ഇതെന്റെ വാട്സപ്പ് നമ്പറും കൂടിയാണ്. അപ്പൊ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. എന്റെ പേര് വരുന്നത് നിതീഷാണ്. ഞാൻ കണ്ണൂർ സ്വദേശി, കണ്ണൂർ ചെറുപുഴ സ്വദേശിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള തോട്ടങ്ങൾ കുരുമുളകിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തോമസ് സാർ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുരുമുളകിന് ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട്. ഇത്രയുമാണ് കാര്യങ്ങൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, കാടമമ്മിന് യൂസ് ചെയ്യേണ്ടത്, നമുക്ക് കാടമമ്മിന്റെ സൈസിനനുസരിച്ചാണ്, ഏലത്തിന്റെ സൈസിനനുസരിച്ചാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അത് ഒരു തടത്തിൽ എത്ര ചിമ്പുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും സാറ് ഈ നമ്പറുമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാർ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്. ഓരോ ക്രോപ്പിനും കാരണം ഇത് നമ്മളൊരു ട്രെയിനിങ് പർപ്പസ് ആയിട്ട് നമ്മൾ നടത്തുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2 ദിവസത്തിലധികം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് വെക്കുന്നതാണ്. ഇത് വെറും അരമണിക്കൂറിനുള്ളിൽ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാകില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. കമ്പനിയെ കുറിച്ചോ പ്രൊഡക്ഷന്റെ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരിക്കൽ കൂടി പറയാം. 85 47 66 66 22. നിതീഷ്, കണ്ണൂർ. ഹലോ, സാർ പറഞ്ഞോളൂ. നമുക്ക് ഞാൻ ഇന്ന് കാണിച്ചായിരുന്ന വെറ്റക്കൊടിയില് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണത്? അതില് സാറിന്റെ പേരെങ്ങനെ? വിപിൻ രാജ്. സാർ ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട്, സാറിന് കിട്ടിയില്ല. വെറ്റിലക്കൊടിന്റെ ആ വീഡിയോ കറക്റ്റ് അല്ല സാറേ അയച്ചത്. അത് ഒന്നും കൂടെ എനിക്ക് അയച്ചിരുന്നു തന്നെ. അതിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ് ഇതെല്ലാം കൂടെ ഒത്ത് മിക്സ് 5 കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. പ്ലസ് സ്റ്റിംറിച്ച് സ്പ്രേയും കൂടെ ചെയ്ത് കൊടുക്കണം.
ഓക്കെ ഓക്കെ അങ്ങനെയാണ് വെറ്റില കൊടിക്ക് ചെയ്യാറുള്ളത്. ഫംഗസിന്റെ അല്ലാതെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ? ഇല്ല ഇല്ല ഇല്ല. ഫംഗസിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു വളങ്ങൾ കൊടുത്തതാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നമ്മുടെ മറ്റു വളങ്ങൾ കപ്പലണ്ടി എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കപ്പലണ്ടി പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ഉപയോഗിച്ചതാണെങ്കിലോ? എത്ര ദിവസമായി? അതൊരു 10-15 ദിവസമായി. 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഏത് വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും 15 ദിവസം ശേഷം മാത്രമേ നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. നമ്മുടെ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസം ശേഷം മാത്രമേ മറ്റു വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ ഓക്കെ. ഇത് ചെയ്ത മറ്റു വളങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മറ്റു വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേറൊരു ഭാഗത്ത് ഉപയോഗിക്കുക, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒരു ഭാഗത്ത് ഉപയോഗിക്കുക. എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ. ഓക്കെ. ഇതില് നമ്മള് വേരിൽ കൊടുക്കും അതേ ഇതെല്ലാം വേലയിൽ കൊടുക്കും? ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ചോട്ടിൽ സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യുക. പച്ച ബോട്ടിൽ സ്റ്റിമ്മർ, സാർ പ്രൊഡക്റ്റ് എടുത്തതല്ലേ? എടുത്ത. യെസ്, പച്ച ബോട്ടിൽ സ്റ്റിമ്മർ വെച്ച് കംപ്ലീറ്റ് കുളിപ്പിച്ച് സ്പ്രേയും കൂടി ചെയ്ത് കൊടുക്കുക ആദ്യമായതുകൊണ്ട്. ഓക്കെ ഓക്കെ. മറ്റേത് നമ്മൾ ഈ പൊത ഇട്ടിട്ടുണ്ട്, ആ പൊത നീക്കിയിട്ട് സ്പ്രേ പൊത ചെയ്യുമ്പോൾ നീക്കിയിട്ട് മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് പോകണം. പൊതയിലെടുക്കുന്ന ഇട്ട് കൊടുത്ത് കാര്യമില്ല, കാരണം ഇത് ബാക്ടീരിയ മണ്ണുമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാലേ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ. പിന്നീട് അതിന്റെ മണ്ടയിൽ പൊത ഇട്ടെന്ന് പറഞ്ഞ് കുഴപ്പമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല. നല്ലതാണ്, പൊതയിടുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ പൊതുവെ നമ്മൾ പൊതയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ മഴക്കാലത്ത് പൊത ഇടാതിരിക്കുക. കാരണം അങ്ങനെ പൊതയിടുമ്പോഴാണ് പെട്ടെന്ന് ഫംഗസ് വേരുകളിലേക്ക് കയറുന്നത്. അത് നമ്മൾ ഈ സമയത്ത് ഇടുന്നതിന് കുഴപ്പമില്ല, കാരണം മഴ കുറച്ച് വിട്ടുമാറി. അതായത് അടമഴ പെയ്തു പോയി ചിങ്ങമാസത്തിലൊക്കെ നമ്മൾ കൃഷിയിലേക്ക് പണിയെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് നല്ലത്. അപ്പൊ ഇത് നമുക്ക് അത് ചെറിയൊരു പാർട്ടിയാണ്, നമുക്കൊരു 5 ലിറ്ററിന്റെ മറ്റേ അതില് മിക്സ് ചെയ്താൽ മതിയല്ലേ? എങ്ങനെയായാലും 5ഓ 10ഓ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ. അതായത് സംശയം, ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, പിന്നെ റിപ്ലൈ തരാത്തോണ്ടാണ് ചോദിച്ചത്. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ ഒന്നുകൂടെ വാട്സാപ്പിൽ റിപ്ലൈ ചെയ്യാം. ഓക്കെ ഓക്കെ. താങ്ക് യു വിപിൻ സാർ പ്രൊഡക്റ്റ് എടുത്ത ആളാണ്, അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ സുജയ പി സാർ, ഇങ്ങനെ വെള്ളത്തിലൂടെ മറ്റോ മനുഷ്യൻ ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഞാൻ കൈകളിലൂടെ മിക്സ് ചെയ്യുന്ന ആളെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ നമുക്ക് ഇതിനെ തികച്ച് ഇത് ഗവൺമെന്റിന്റെ ഓർഗാനിക് സർട്ടിഫിക്കറ്റോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളത്തിലൂടെ ഒന്നും മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. ഓക്കെ, എനിവേ ആർക്കും സംശയങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ഒരു മീറ്റിംഗ് ബുധനാഴ്ച വീണ്ടും കണ്ടുമുട്ടാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒരിക്കൽ കൂടി ഓവറോഡ് ഇത് ഉപയോഗിക്കാത്ത വ്യക്തികളാണെങ്കിൽ ചെറിയൊരു ഭാഗത്തെങ്കിലും നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുക. കാരണം ഇനിയും നിങ്ങൾ അതിന് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഷിക മേഖല ഉണ്ടാകുന്ന അഭിവൃദ്ധിയെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഞാൻ തന്നെ 2020 ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു വർഷം എന്റെ കളഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു വർഷം ഇത് ഉപയോഗിച്ച് ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഓരോ വ്യക്തികളും അങ്ങനെയാണ്, സ്വന്തം അനുഭവങ്ങളാണ്. ആരുടെ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അനുഭവത്തിന് അപ്പുറത്തേക്ക് വേറൊന്നും എത്തില്ല എന്നത് 100% ഗ്യാരണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം അനുഭവത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചെറിയ ഭാഗത്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ള ഒരു അപേക്ഷ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇടുകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം. ജയ് ഹിന്ദ്, ജയ് നത്സർ. എന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ബന്ധപ്പെടാം. 8547666622. വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകളെല്ലാം ലഭിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നല്ലൊരു രാത്രി, ശുഭരാത്രി. താങ്ക് യു.